എസ് ആദികേശവൻ ബാങ്കിംഗ് രംഗത്തെ വിദഗ്ധനാണ്. അദ്ദേഹം നമ്മോടൊപ്പം. ശ്രീ ആദികേശവൻ, 12 ലക്ഷം രൂപ വരെ ടാക്സ് പേ ചെയ്യേണ്ടതില്ല എന്നുള്ള പ്രഖ്യാപനം ശമ്പളക്കാരായ ഇടത്തരക്കാർക്ക് വലിയ വലിയ ആശ്വാസമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 18 ലക്ഷം രൂപ വരെ ടാക്സ്, 18 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ആളുകൾക്ക് 30% അവരുടെ ടാക്സ് ബേർഡൻ കുറയുന്നുമുണ്ട്. ഇത് എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കും? ഇതെങ്ങനെ ഫലപ്രദമാവുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? പ്രഥമ ദൃഷ്ടിയ നോക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവം അവതരിപ്പിക്കപ്പെട്ട ഒരു ബഡ്ജറ്റാണ് ഇന്ന് നാം കണ്ടത്. കാരണം ഈ പറഞ്ഞ പോലെ 12 ലക്ഷം വരെ നികുതി ഇല്ല. പുതിയ സ്കീമിലാണ് ഈ നികുതി ഇളവ് ലഭിക്കുക. 12 ലക്ഷം വരെ നികുതി കൊടുക്കേണ്ട എന്നുള്ള ഒരു അനൗൺസ്മെന്റ് സാധാരണക്കാർക്കെല്ലാം, എസ്പെഷ്യലി സാലറി ഏൺ ചെയ്യുന്ന നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കെല്ലാം ശ്ലാഘനീയമായ ഒരു നടപടിയായിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഞാൻ വിചാരിച്ചത്, ഇത്രയും ഇളവ് കൊടുക്കുമ്പോൾ ധനമന്ത്രി സ്പീച്ചിൽ പറഞ്ഞത് 1 ലക്ഷം കോടി രൂപയോളം ടാക്സ് സർക്കാർ ഗിവപ്പ് ചെയ്യുകയാണ്, സർക്കാർ വിടുകയാണ് ഈ ഒരു നയ മാറ്റത്തിൽ കൂടി എന്ന് പറഞ്ഞു. പക്ഷെ അവിടെയും നമുക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നത്, ഈ ഇളവ് നൽകിയിട്ടുണ്ടെങ്കിലും ബഡ്ജറ്റിന്റെ മൊത്തം തോത്, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു വർഷത്തിൽ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്ന മൊത്തം എമൗണ്ട് ആണല്ലോ, ബഡ്ജറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ രസകരമായ കാര്യം, ഈ ഇളവ് നൽകുന്ന അതേ സമയത്ത് മൊത്തം സർക്കാരിന്റെ എക്സ്പെൻസ് 47,16,000 കോടിയായിരുന്നു കഴിഞ്ഞ വർഷം, 24-25, ഇപ്പം ഈ മാർച്ചിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ. ഇനി അടുത്ത വർഷം സർക്കാർ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നത്, മൊത്തം സർക്കാരിന്റെ ചെലവ് 50,60,000 കോടിയാണ്. അപ്പൊ 1 ലക്ഷം കോടിയുടെ ഇളവ് സാധാരണക്കാർക്ക് കൊടുത്ത അതേ സമയത്ത് ബഡ്ജറ്റിന്റെ തോത് കുറയുന്നില്ല, സർക്കാരിന്റെ ചെലവ് കുറയുന്നില്ല. സർക്കാരിന്റെ ചെലവ് 50,60,000 കോടിയായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. കാരണം അപ്പോൾ സർക്കാരിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക്, ഞാൻ പെട്ടെന്ന് നോക്കിയ കണക്കാണ്, കഴിഞ്ഞ വർഷം 11,11,000 ആയിരുന്നു നീക്കിയിരിപ്പ്. ഈ വർഷവും വളരെയധികം കൂട്ടിയിട്ടില്ലെങ്കിലും ഈ നികുതി ഇളവ് കൊടുത്ത അതേ സമയത്ത് സർക്കാർ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന തുക 11 ലക്ഷം കോടി എന്ന നിലയിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് എങ്ങനെ സാധിക്കുന്നു നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ, ടാക്സ് കളക്ഷന്റെ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രശംസനീയമായ കാര്യം, കഴിഞ്ഞ വർഷം സർക്കാരിന്റെ മൊത്തം ഇൻകം ടാക്സ് വരുമാനം പ്രതീക്ഷിച്ചിരുന്നത് 11,87,000 കോടിയാണ്. പ്രതീക്ഷിച്ചിരുന്ന വരുമാനം 11,87,000 കോടി. ആക്ച്വൽ വരുന്നത്, റിവൈസ് എസ്റ്റിമേറ്റ്, 12,57,000 കോടി. അതായത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ടാക്സ് സർക്കാർ ടാക്സ് എഫിഷ്യൻസി, ഈ പിരിവിന്റെ എഫിഷ്യൻസി മൂലം അവർക്ക് കൂട്ടാൻ സാധിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ 12 ലക്ഷം വരെ നികുതി ഇളവ് കൊടുത്തിട്ടും അടുത്ത വർഷത്തേക്ക് സർക്കാർ ഇൻകം ടാക്സ് ആയിട്ട് വരുമാന നികുതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് 14,38,000 കോടി. അപ്പൊ ഇവിടെ ഈ ടാക്സ് കളക്ഷന്റെ എഫിഷ്യൻസിയെ നമുക്ക് പുകഴ്ത്താതെ തരമില്ല. അത് ഈ ഇൻകം ടാക്സ് ഫയലേഴ്സിന്റെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 2021 കാലഘട്ടത്തില് 5.25 കോടി ജനങ്ങളാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തത്. കഴിഞ്ഞ വർഷം 24 ജൂലൈയിലാണല്ലോ അവസാനത്തെ തീയതി, ജൂലൈ 31. അപ്പോഴേക്കും ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം 7.25 കോടിയായിട്ട് കൂടി. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നികുതി പിരിവിലെ എഫിഷ്യൻസി, ഇൻകം ഉണ്ടെങ്കിൽ ആ ആൾക്കാരുടെ നിന്നും നികുതി കർശനമായിട്ടും ക്ലിപ്തമായിട്ടും ടാക്സ് കംപ്ലൈന്റ്സ് കൂടിയിട്ടുണ്ട്. എനിക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സാധാരണ ആളുകൾക്ക് ഇപ്പോൾ ഇതുകൊണ്ടുണ്ടാവുന്ന നേട്ടവും അഡ്വാൻറ്റേജുമാണ്. ഇപ്പോൾ മാസം 2 ലക്ഷം രൂപ വരെ വരുമാനമുള്ള, 2 ലക്ഷം രൂപ ഒരു മാസം സാലറി ഉള്ള ആൾക്ക് ഒരു വർഷം 24 ലക്ഷം രൂപ. ഇപ്പോൾ 24 ലക്ഷം രൂപ സാലറി ഉള്ള ഒരു വർഷം വരുമാനമായി സാലറി ഉള്ള ആളെ സംബന്ധിച്ച് 1,10,000 രൂപ ആനുകൂല്യം ഈ പുതിയ സ്ട്രക്ചർ നിലവിൽ വരുന്നതോടുകൂടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അയാൾ സ്വാഭാവികമായി ഒന്നുകിൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് തരത്തിലുള്ള ചലനം ഇതുണ്ടാക്കും? അതെ, അപ്പം തീർച്ചയായിട്ടും ആൾക്കാരുടെ കയ്യിൽ ടാക്സിന്റെ ഇളവ് ലഭിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ അക്കൗണ്ടിൽ നിർത്തും, അല്ലെ, ബാങ്കിലെ അക്കൗണ്ടിൽ നിർത്തും.
അല്ലെങ്കിൽ ചിലവാക്കും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പോലത്തെ കാര്യങ്ങളിൽ അവർ വിനിയോഗിക്കും അതിനെ. അപ്പൊ ഏത് രീതിയിലായാലും ഈ എക്സസ് ആയിട്ട് വരുന്ന ക്യാഷ് അതിൽ നമുക്ക് തർക്കിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് ചെലവാക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ബാങ്കിലെ അക്കൗണ്ടായിട്ട് കിടക്കും. ബാങ്കിലെ അക്കൗണ്ടിൽ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ നിക്ഷേപം വളരുന്നു, സമ്പാദ്യം മൂലമുള്ള നിക്ഷേപം വളരുന്നതോടുകൂടി അത് വിപണിയിൽ വായ്പയായിട്ട്, ക്രെഡിറ്റ് ആയിട്ട് അത് കൊടുക്കാനുള്ള സാധ്യത കൂടുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഇപ്പം ഈ സമ്പാദ്യം ചെലവാക്കാതെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇട്ടാൽ പോലും അത് വിപണിയിൽ തന്നെ എത്തും. അതിന് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നാം കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ട്രെൻഡ്, ആൾക്കാർ ബാങ്കിൽ നിക്ഷേപമായിട്ട് സൂക്ഷിക്കാതെ SIP സ്കീംസ്, ഇപ്പോൾ ഓരോ മാസവും നിശ്ചിതമായ തുക നിക്ഷേപിച്ച് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു, തോതും കൂടുന്നു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് ആസ്തികളുടെ മൊത്തം തുക 66 ലക്ഷം കോടിയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 25% കൂടുതലാണ് ഈ തുക. അപ്പൊ എന്ത് തന്നെ വന്നാലും ഈ ചലനം എന്നുള്ള വാക്കുകൊണ്ട് താങ്കൾ ഉദ്ദേശിച്ച വിപണിയിൽ ഡിമാൻഡ്, ക്രയം അല്ലെങ്കിൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കാനായിട്ട് ഇത് ഉതകും എന്ന് തന്നെയാണ് നാം കരുതേണ്ടത്.